അമ്മുമ്മ അമ്മ അമ്മുമ്മ ഓ എന്തായി എന്തായി പരിപാടി സക്സസ് ആയ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു പരിപാടി വിജയിക്കുമെന്ന്. ഗൗരി എന്റെ അല്ലേ മരുമോള്? ഞങ്ങള് ഒരു നോട്ട്ബുക്ക് മേടിച്ചിട്ടുണ്ട്. എന്തിന്? എന്തിനമ്മ? നമ്മളവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, നല്ല അഭിപ്രായമല്ലേ പറയുന്നത്. അപ്പൊ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ നോട്ട്ബുക്ക് മേടിച്ചത്. തന്നെ 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 നല്ല അഭിപ്രായമായിരിക്കും. തുറന്ന് വായിച്ചു നോക്ക്, നല്ല പച്ചത്തെറിയായിരിക്കും എഴുതി വെച്ചേക്കണത്. സംഭവം അമ്മൂമ്മ, ഈ സ്ത്രീകളായോണ്ടേ പബ്ലിക് വെച്ച് ടക്കനെ വിളിക്കാൻ പറ്റില്ലല്ലോ, അത് മൊത്തം അവരിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അമ്മായിയേ ഒന്ന് വായിച്ചു കൊടുത്തേ. വായിക്കല്ലേ? സൂപ്പർ ടേസ്റ്റ്, വാവ്, അമേസിംഗ്, കിടില സാധനം, കൊള്ളാം ചേച്ചിമാരെ. എല്ലാം ഒറ്റ കൈയക്ഷരം, എല്ലാം അമ്മായി തന്നെ എഴുതി. അയ്യാ, ഒറ്റ കൈയക്ഷരമൊന്നും അല്ല, പോടാ. നോക്ക് നോക്ക് നോക്ക്, ഒറ്റ കൈയക്ഷരം ഒന്നും കണ്ടില്ലെങ്കിൽ കണ്ണു നിറയെ കാണടാ. കയ്യക്ഷരം ഒരുപോലെ തോന്നുന്നതേ കണ്ണില് ചിലപ്പോ തിമിരുള്ളതുകൊണ്ടായിരിക്കും. കണ്ണിന് തിമിരും അല്ലേ? ശരി ശരി, ഞാൻ കണ്ണു നിറയെ കണ്ടോളാം. ഇന്നല്ല, നാളെ. ഈ ബൺമസ്ക കഴിച്ചവരുടെ അവസ്ഥ നാളെയല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതേ, അറിഞ്ഞു അറിയാതെ പോലെ ആ ഏരിയയിലൊന്നും പോയല്ലേ, അവൻ അറിഞ്ഞു പോയേക്കും. ഈ തേഞ്ഞ ഐഡിയ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല ഐഡിയ കാണുമ്പോ ഇങ്ങനെ കിടന്ന് ചൊറിയും. കുഴപ്പമില്ലല്ലേ? ചൊറിയാണ് ആൾക്കാര് മാറിയിരുന്നു ചൊറിയട്ടമ്മായി. അത് തന്നെ, അങ്ങോട്ട് ചൊറിഞ്ഞോ? ചൊറിയാ. എടാ, നിനക്ക് അവരുടെ കൂടെ പോയി സഹായിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് പോയി സഹായിക്ക്. ഞാനൊന്നുമില്ല, എന്റെ പൊന്നമ്മൂമ്മ, ഫുഡിന്റെ കാര്യമാണ്. നാട്ടുകാര് ഞാനൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ആദ്യം എന്നെ അറിഞ്ഞിട്ടേ പോവുള്ളൂ. ഇതേപോലെ അവരെ പിന്നെയെന്ന് പറഞ്ഞ് വിട്ടുവെക്കൂലേ. ചേട്ടാ, ചേട്ടൻ ഇന്നലെ തിന്നല്ലേ, അങ്ങനെ ചേട്ടൻ ഇന്ന് ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്തുവാ? അത് എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ സാധനം ഒന്നും ഏക്കൂല മക്കളെ. പാവം പിടിച്ചവരുടെ അവസ്ഥ. തരുമ്പോ വെട്ടി വിഴുങ്ങും, എന്നിട്ട് കുറ്റവും പറയും. എടാ, വലിയ ജാടയൊന്നും കാണിക്കാതെ നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ അവരുടെ കൂടെ ഒന്ന് പോ. ഞാനൊന്നുമില്ല അമ്മൂമ്മ, ഞാൻ സമൂഹത്തിന് വേണ്ടി നല്ലത് മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുത്തരാണ്. അങ്ങനെ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇവരുടെ കട ഞാൻ പൂട്ടി. ചേട്ടാ, ചേട്ടനെന്തോ അസൂയാണോ? അസൂയേ? മക്കളെ, ഈ അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വേറൊരാൾ ചെയ്യുമ്പോഴാണ് ഈ അസൂയ. ഇതിപ്പോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ? ഇല്ല, അതുകൊണ്ട് എനിക്കെന്തിനും അസൂയ. അല്ലെങ്കിൽ ഇത് സ്ഥിരം ഉള്ളതാ. ആരെങ്കിലും എന്തെങ്കിലും നല്ല പരിപാടി കൊണ്ട് വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ചൊറിയും പിടിച്ച് കുത്തിരുന്നവൻ മൂട്ടിലെ പൊടിയും തൂത്ത് ഇറങ്ങി വരും. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്ന്. ചേച്ചേ, നമുക്ക് എന്നോടൊന്നും സംസാരിക്കണ്ട, നാളത്തെ പരിപാടി സെറ്റാക്കണ്ടേ? വാ പോവാ. അമ്മായി, ഇന്നത്തെ തിരക്കനുസരിച്ച് നാളെ കുറച്ചും കൂടെ പണിറക്കണ്ട വരും. അത് ശരിയാണ്, കുറച്ചധികം ഇറക്കേണ്ടി വരും. അതെ അതെ, ഹിമാലയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലല്ലേ ഹിമാലയം പൊട്ടലുണ്ടാവുള്ളൂ. ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾ അതങ്ങ് സഹിച്ചോളാം കേട്ടോ. വാലച്ചു, എനിക്കൊന്നും തരാ. പിന്നെന്താ, അത് രണ്ടും കഴിച്ചു. നമ്മളെ കുഞ്ഞിനുള്ളതിന് നിനക്ക് വേണോ? എനിക്കൊന്നും വേണ്ട. ശരി, വേറെ വെച്ചോടാം. ഞാൻ ഇത് ബോർഡ് അപ്പുറത്തോണ്ട് വെച്ചു. ശരി. എന്താടാ? എനിക്കൊന്നും ഇല്ല. വേണ്ട, പോയി വേണമെങ്കിൽ കഴിച്ചു. കഴിച്ചു. അമ്മായി ഇറങ്ങിയില്ല ഇതുവരെ. അമ്മായി, അമ്മായിയേ, എടേ ഞാൻ വരണേ. വാ, സമയം പോണെന്ന്. എടാ, ഞാൻ റെഡി ആവണതാ, എത്തി. ചേച്ചി, ഇന്ന് പോകുമ്പോഴേ ഞാനും കൂടെ കൂടെ വരട്ടെ. വേണ്ട, മക്കള് വീട്ടിൽ ഇരുന്ന് പഠിച്ചാ മതി. കഴിക്കാനുള്ള ബൺമസ്ക എടുത്ത് വെച്ചിട്ടില്ലേ, അത് തിന്നോണ്ട് ഇവിടെ തന്നെ ഇരി കേട്ടാ. അമ്മായി വാ. അമ്മായി എടേ, നീ ഒന്നും എടുത്ത് വെച്ചില്ലേ? ഇല്ല, ഞാൻ അമ്മായി വന്നിട്ട് എടുത്തു വെക്കാന്ന് വിചാരിച്ചു. ബെസ്റ്റ്, ഞാൻ എല്ലാം എടുത്തിട്ട് വരാം. എന്താ വർഷ? വീഡിയോയാ? ഇല്ല, ഞാൻ കണ്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം.
ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കല്ലേ? പിന്നെ ഞാനിപ്പോ വന്നത് ഒരു കാര്യം പറയാനാണ്. നിങ്ങള് ഈ ഗൗരി ലച്ചൂസ് ഉണ്ടാക്കുന്ന ബൺ മസ്ക കഴിച്ചിട്ടുണ്ടോ? അമ്മായിയേ എന്തടേ വന്നേ എന്താ ചേച്ചി ഉണ്ടായി വച്ചേ. അമ്മായി എടാ ഞാനൊന്ന് എടുത്ത് വെക്കിട്ട്. പിന്നെ അത് എടുത്ത് വെക്കണ്ട, വരൂല, ഒന്നിങ്ങ് വരുമോ? എന്തടാ നീ ഇങ്ങനെ വിളിച്ചു ഊണ്? ഇതൊന്നും അറിയുന്നുണ്ടോ? ഇത് കാണുന്നത് കണ്ടു നോക്ക്. എന്റെ പൊന്നു മക്കളെ, അറിഞ്ഞോ അറിയാതെ കഴിച്ചു കഴിഞ്ഞാ വയറിന് നല്ല 8 പണി കിട്ടും. വയറിന് പണി കിട്ടി എന്ത് പറ്റും? വയറ്റിന്ന് പോവും. വയറ്റിന്ന് പോയി എന്ത് പറ്റും? പിന്നെയും വിശക്കും. പിന്നെയും വിശന്ന പിന്നെയും കഴിക്കും. പിന്നെയും പോവും. പിന്നെയും കഴിക്കും. പിന്നെയും പോവും. അങ്ങനെ കഴിച്ചും പോയും തന്നെ ജീവിതം അവസാനിപ്പിക്കണോ? എന്താന്ന് വെച്ചാ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു അങ്ങോട്ട് ചെയ്യാം. വയറ്റിന്ന് പോവാതിരിക്കണമെങ്കിൽ അത് കഴിക്കാതിരിക്കുക. പിന്നെ വയറുവേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കഴിച്ചിട്ടും കളയിക്കാം. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വയറ്റിന് സുഖം കിട്ടും നല്ല സൂപ്പർ ഫുഡ് എന്തായാലും മേടിച്ച് കഴിക്കട്ടെ കേട്ടോ. ബൈ. വിളി അവനെ വിളി. കേശുവേ, കേശു വന്നേ. എന്താണ് ഇവിടെ വാ. എന്താ ചേച്ചി? എന്താടാ ഒരു കിണി മുഖത്ത്? അല്ല ഞാൻ ഇങ്ങനെ പറ എന്താ? ഞങ്ങളുടെ ബൺമസ്ക കഴിച്ചിട്ട് നിനക്ക് എപ്പോഴാടാ വയറിളകിയത്? കേരളയിലല്ലോ. പിന്നെ നീ എന്ത് തേങ്ങയ്ക്ക് വേണ്ടിട്ടാ വീഡിയോ ചെയ്തിട്ടെ? അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. നിന്റെ ചൊറി കാണിക്കാനുള്ളതല്ല ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അയ്യോ ഞാൻ ചൊറി കാണിച്ചൊന്നുമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലടേ മനുഷ്യന്. എന്താ പറയാ? വായ തോന്നിവാസല്ലേ വിളിച്ചു പറയേണ്ടത്? ഞാൻ വായി തോന്നിയ ദിവസമല്ല, എനിക്ക് മനസ്സിൽ തോന്നിയ നീ വിളിച്ചത്. എന്റെ പിള്ളാരെ, നിങ്ങൾ അവനോട് വഴക്കിട്ടുണ്ടോ? നിങ്ങൾ നേരത്തെ പോവാൻ നോക്ക്. എന്റെ അമ്മൂമ്മ ഇവൻ ചെയ്തു വെച്ച എന്താന്ന് അമ്മൂമ്മക്ക് അറിയോ? എന്തുവാ കാണിച്ചോളൂ. ഇത് നോക്കിക്കേ. ഇവൻ പറയാ ഞങ്ങൾ ഉണ്ടാക്കിയ ബൺമസ് കഴിച്ച വയറിളകൂന്ന്. ഇവൻ വീഡിയോ ചെയ്തിട്ടേക്കുന്നു സോഷ്യൽ മീഡിയയിൽ. കേശു, എന്റെ പൊന്നമ്മൂമ്മ, ഞാൻ അവരോട് ചോദിച്ച് നിങ്ങൾ തുടങ്ങാൻ പോണ പരിപാടിയിലോട്ട് എന്നെയും കൂടെ ഒന്ന് ചേർക്കുമെന്ന്. അപ്പൊ അവരെന്തോ പറഞ്ഞെന്നറിയോ? അയ്യോ പറ്റില്ല, നിന്നെ കൂട്ടിക്കഴിഞ്ഞാൽ ബർക്കത്തില്ല, നിനക്ക് ഐശ്വര്യമില്ല, ഞങ്ങളുടെ പരിപാടി പൊളിയുമെന്ന്. അവരവരുടെ അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം വീഡിയോ എടുത്ത് എല്ലാരെയും അറിയിച്ചു. ആഹാ, അത്രേ ഉള്ളോ കാര്യം? ആ മക്കളിങ്ങോട്ട് നീങ്ങിന്നേ. എന്താ ശരി ബൺമസ്കി കുഴപ്പമൊന്നുമില്ല. ബൺമസ്കി തെച്ച ബട്ടനാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പോരെ. മര്യാദക്ക് എന്തോന്ന് വെച്ചാ ഇപ്പൊ ഈ നിമിഷത്തിൽ ചെയ്തോണം. ചെയ്യാം. വേണ്ടമ്മ, ഇനി അവനൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കൈ ഞാൻ വെട്ടിക്കൊള്ളുന്ന സമയം പണ്ടേ കഴിഞ്ഞു. കളിക്കല്ലേ? ഇപ്പൊ ഒരു തരാടാ. നിന്നെ പോലത്തെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമാണ് ശരി, നിങ്ങൾ വിചാരിക്കുന്നത് മാത്രമാണ് തെറ്റെന്നും പറഞ്ഞോണ്ട്. എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ കുറെ എണ്ണം ഇറങ്ങിക്കോളും. വള്ളി നിക്കർ ഇട്ട് കൊടുക്കാൻ. ഒരു സിനിമ ഇറങ്ങിയാൽ മതിയല്ലോ. കുറെ എണ്ണങ്ങൾ അപ്പം ഇറങ്ങും, കുറെ റിവ്യൂവും കമന്റും ഇട്ടുകൊണ്ട്. എന്നിട്ട് ആ സിനിമയുടെ കഥ മൊത്തം പറയുകയും ചെയ്യും. ഇങ്ങനെ വെറുതെ വീണയാണ് തെറ്റ്. പാർവേ, ക്യാമറ ഓൺ ചെയ്യും. ഇത് കണ്ടോ? എന്റെ വിദ്യയാണ് ഇന്ന്. ഉണക്കിയ. നമസ്കാരം, ഞാൻ ലച്ചു. ഞാൻ ഗൗരി. ഞങ്ങളാണ് ഗൗരി ലച്ചൂസ് ബൺമസ്ക ബിസിനസ് നടത്തുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങളുടെ ബൺമസ്ക കഴിച്ചാല് വയറിളകും എന്നാണ് ദേ ഈ സാറ് പറയുന്നത്. അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാരും കണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാറിനെ കൊണ്ട് ദേ ഈ ഇരിക്കുന്ന ബൺമസ്ക മൊത്തം തീറ്റിച്ചിട്ട് വയറിളകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള 24/7 ലൈവ് ഞങ്ങൾ നിങ്ങളെ സ്ട്രീം ചെയ്യും. അതെ, എന്നിട്ട് റിസൾട്ട് നമുക്ക് അങ്ങനെ കാണാം. ഞാനില്ല, ഇത് വയറിളകില്ലെങ്കിൽ വയറ് പൊട്ടി ഞാൻ ചാവും. ഞാൻ ഇല്ലേ പരിപാടിക്ക് ഞാൻ പോണു. എവിടെ പോണ്? വേണ്ട